പ്രവർത്തനം മന്ദഗതിയിലായിരുന്ന AI ക്യാമറകൾ വീണ്ടും സജീവമായി. കെൽട്രോണിന് നൽകാനുള്ള തുക സർക്കാർ കൈമാറിയതോടെയാണ് ക്യാമറകൾ സജീവമായി തുടങ്ങിയത്. 7 ദിവസത്തിനകം പിഴ അടച്ചില്ലെങ്കിൽ വെർച്വൽ കോടതിക്ക് കൈമാറും. ഹരികൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഹരികൃഷ്ണൻ, ആദ്യഘട്ടത്തിലൊരു വലിയ രീതിയിലുള്ള പ്രവർത്തനമൊക്കെ നടന്നെങ്കിലും വലിയ ഇടപെടലുകളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് അതിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാവുന്നത്, ചിലയിടങ്ങളിൽ അത് പൂർണ്ണമായി നിലയ്ക്കുന്നത് ഒക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഈ വീണ്ടും ക്യാമറകൾ മിഴി തുറക്കുകയാണോ ഹരികൃഷ്ണൻ? റിജിത്ത്, ഈ കൊട്ടിഘോഷിച്ചു വന്ന ഈ AI ക്യാമറ ചില സാഹചര്യങ്ങളിൽ ഈ പണിമുടക്കി നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായതാണ്. അതായാലും വീണ്ടും ഈ AI ക്യാമറകൾ സജീവമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ കരാർ എടുത്ത കെൽട്രോണിന് ഈ സർക്കാർ പണം മുഴുവനായി നൽകിയതോടുകൂടിയാണ് AI ക്യാമറകൾ വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ കണ്ണു തുറക്കുന്നതെന്ന് വേണം പറയാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പലർക്കും ഈ 500 രൂപ പിഴ, ഈ നിയമലംഘനവുമായി ബന്ധപ്പെട്ട 500 രൂപ പിഴ വന്നതോടുകൂടിയാണ് ഇത് മനസ്സിലായി തുടങ്ങിയത്. ഇത് നേരെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ എം-പരിവഹൻ സൈറ്റിൽ പോവുകയും അവിടെ നിന്ന് ഈ രസീത് ഡൗൺലോഡ് ചെയ്ത് അവിടെ തന്നെ ഓൺലൈനായി തന്നെ പണം അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ഈ പിഴ അടച്ചില്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ വെർച്വൽ കോടതിയിലേക്ക് ഇത് കൈമാറും. അവിടെ തന്നെ ഒരു ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചില ആളുകൾക്കൊക്കെ ഈ 7 ദിവസത്തിന് ശേഷം, അതായത് നിയമം ലംഘിച്ച് 7 ദിവസത്തിന് ശേഷം ഈ കോടതിയിൽ കൈമാറിയതിനു ശേഷം രസീത് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചില സോഫ്റ്റ്വെയർ തകരാറുകളൊക്കെ ആണെന്നാണ് പറയുന്നത്. ഏതായാലും നഗരത്തിലെമ്പാടും അല്ലെങ്കിൽ ഇത്തരത്തിൽ സംസ്ഥാനത്തെമ്പാടും ഇങ്ങനെ AI ക്യാമറ വീണ്ടും കണ്ണു തുറക്കുന്നു. അപ്പോൾ ഈ നിയമലംഘനം നടത്തുന്നവർ, പ്രത്യേകിച്ച് ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് നിയമലംഘനം നടത്തുന്നവർക്ക് അത് ശ്രദ്ധിക്കണമെന്നുള്ളതാണ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും ഈ പോലീസ് ക്യാമറകളൊക്കെ ഇപ്പോഴും പണിമുടക്കിലാണെന്നുള്ള ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് റിജിത്ത്. സംസ്ഥാനത്ത് AI ക്യാമറകൾ വീണ്ടും സജീവമാകുന്നുണ്ട്. വാഹനം ഓടിക്കുന്നവർ, ഡ്രൈവർമാരൊക്കെ ശ്രദ്ധിക്കുക. ഹരികൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.